അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത് KSRലെ പാർട്ട് ഫസ്റ്റിലെ ചാപ്റ്റർ 9 ലീവ് റൂൾസ് ആണ്. നമുക്ക് ലീവ് റൂൾസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ, അല്ലെങ്കിൽ ലീവ് റൂൾസ് KSRൽ എവിടെയാണെന്ന് ആരെങ്കിലും ഒരാൾ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകളിലും അതുപോലെ KSRന്റെ അവസാന ഭാഗത്ത് കൊടുത്ത അപ്പൻഡിക്സ് 7, 8, 12A, 12B, 12C എന്നീ റൂളുകളിലാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. KSRലെ ലീവ് റൂൾസ് എവിടെയാണെന്ന് ചോദിച്ചാൽ പാർട്ട് ഫസ്റ്റിലാണ്, അതിന്റെ ചാപ്റ്റർ 9ലാണ് റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളിലും, ശേഷം അപ്പൻഡിക്സ് 7, 8, 12A, 12B, 12C ഈ പറഞ്ഞ അപ്പൻഡിക്സിലുമാണ് ലീവിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ നോട്ട് ചെയ്യണം, ലീവ് റൂൾസ് റൂൾ 61 മുതൽ 124 വരെയും അപ്പൻഡിക്സ് 7, 8, 12A, 12B, 12C എന്നീ അപ്പൻഡിക്സിലുമാണ്. നോട്ട് ചെയ്തോ? ചെയ്തു സർ. ഇനി റൂൾ 61 എന്താണ് പറയുന്നത്? ഒരു ജീവനക്കാരന് KSR മുഴുവനും ബാധകമാണെങ്കിൽ, അല്ലെങ്കിൽ KSR മുഴുവനും ബാധകമായ ഏതൊരു ജീവനക്കാരനും KSRലെ ലീവ് റൂൾസും ബാധകമായിരിക്കും. KSRലെ ലീവ് റൂൾസ് ആർക്കൊക്കെ ബാധകമാണ് എന്ന് ചോദിച്ചാൽ KSR മുഴുവനും ബാധകമായ ഉദ്യോഗസ്ഥന്മാർക്ക് അതിലെ ലീവ് റൂൾസും ബാധകമായിരിക്കും. അതാണ് റൂൾ 61 പറയുന്നത്. The rule in this chapter applied to all officers to whom these service rules as a whole apply. ഈ സർവീസ് റൂൾസ് മുഴുവനും ബാധകമായ ജീവനക്കാർക്ക് അതിലെ ലീവ് റൂൾസും ബാധകമാണ്. ലീവ് റൂൾസ് ആർക്കാണ് ബാധകം? ലീവ് റൂൾസ് ആർക്കാണ് ബാധകം? കേരള സർവീസ് റൂൾസ് മുഴുവനായും ബാധകമായ ജീവനക്കാർക്ക് അതിലെ ലീവ് റൂൾസും ബാധകമായിരിക്കും. The rules in this chapter apply to all officers to whom these service rules as a whole apply. റൂൾ 61 അതാണ്. ഇനി അടുത്തത് റൂൾ 62 ആണ്. റൂൾ 62. റൂൾ 62 പറയുന്നത് KSR ബാധകമല്ലാത്ത ഒരു തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ KSR ബാധകമായ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്നു. എങ്ങനെ? ഒന്ന് സങ്കല്പിച്ച് നോക്കി നിങ്ങൾ. KSR ബാധകമല്ലാത്ത ഒരു തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ. അപ്പൊ അതിലെ ലീവ് റൂൾസ് ഒന്നും അയാൾക്ക് ബാധകമല്ലോ. KSR ബാധകമല്ലാത്ത ഒരു തസ്തികയിൽ ഇരിക്കുന്ന ആൾക്ക് KSRലെ ലീവ് റൂൾസ് ബാധകമല്ലല്ലോ. ആണോ അല്ലേ? ആണോ അല്ലേ? KSR തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾക്ക് KSR ബാധകമാണോ? ലീവ് റൂൾസ് ബാധകമാണോ? അല്ല. അയാളെ കൊണ്ടുവന്ന് KSR ബാധകമായ ഒരു തസ്തികയിലേക്ക് നിയമിക്കുന്നു. ശരി, അയാൾക്ക് KSR ബാധകമല്ലാത്ത തസ്തികയിൽ ഇരുന്ന കാലയളവ് പരിഗണിച്ച് ലീവ് അനുവദിക്കുന്നതല്ല. അത്രയേ ഉള്ളൂ. ആ റൂള് വായിച്ചു നോക്കിയാൽ ചിലപ്പം എന്ത് ചെയ്യും? കുഴപ്പമായിരിക്കും. വായിച്ചാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഈ ഒരു സാധനം മനസ്സിലാക്കി റൂള് വായിച്ചാൽ കറക്റ്റ് ആവും. എന്താ സംഭവം? KSR ബാധകമല്ലാത്ത ഒരു തസ്തികയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെ KSR ബാധകമായ ഒരു തസ്തികയിലേക്ക് മാറ്റി നിയമിക്കപ്പെട്ടാൽ അയാൾ മാറ്റുന്നതിന് മുമ്പേ സേവനം നടത്തിയ കാലയളവ് പരിഗണിച്ച് അയാൾക്ക് ലീവ് അനുവദിക്കുന്നതല്ല. സംഗതി ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. An officer transferred to a service or post to which these rules apply. എവിടുന്ന അയാൾ വരുന്നത്? From a service or post to which
do not apply is not ordinarily entitled to leave under these rules in respect of duty performed before such transfer. അങ്ങനെ ട്രാൻസ്ഫർ ആയി വരുന്നതിന്റെ മുമ്പുള്ള ഡ്യൂട്ടി പരിഗണിച്ച് അങ്ങനെ അതാണോ ആലോചിക്കേണ്ടത്? എന്താണ്? ഇൻ റെസ്പെക്ട് ഓഫ് എന്താ പറയുക? In respect of duty performed before such a transfer. എന്താണ്? In respect of duty performed before such a transfer. അങ്ങനെ വരുന്നതിന് മുമ്പുള്ള ഡ്യൂട്ടി പരിഗണിച്ച് അയാൾക്ക് എന്ത് അനുവദിക്കുന്നില്ല? ലീവ് അനുവദിക്കുന്നതല്ല. അപ്പം KSR ബാധകമായ തസ്തികയിൽ ഇരുന്ന കാലയളവ് പരിഗണിച്ചു മാത്രമേ ലീവ് അനുവദിക്കൂ എന്നാണ് റൂൾ 62 പറയുന്നത്. സർ, ഈ വേർഡിങ്സ് അതേപോലെ പഠിക്കേണ്ടതായിട്ടുണ്ടോ അതോ അതിന്റെ ആശയം മനസ്സിലാക്കി? ഞാൻ പറഞ്ഞ ആ പോയിന്റ്സ് മാത്രം ഓർമ്മിച്ചാൽ മതി. ഈ വേർഡിങ്സ് അങ്ങനെ ഒന്നും ഓർമ്മിച്ച് വെക്കേണ്ടതില്ല, നമുക്ക് പറ്റില്ല. ഓക്കെ. അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ 61 62 ഇതുവരെ ചോദ്യം വരാത്തത് കൊണ്ടാണ് ബാക്കി നമുക്ക് ചോദ്യം വരുന്ന അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വേർഡിങ്സ് അതേപോലെ നമ്മൾ മനസ്സിലാക്കണോ വേണ്ടിയോ. എക്സാം മലയാളത്തിലാണോ? എക്സാം മലയാളത്തിലാണോ? മലയാളത്തിലും കിട്ടും, ഇംഗ്ലീഷിലും ഉണ്ടാവും. ഒരു ചോദ്യം അതിന്റെ തൊട്ട് താഴെ മലയാളം ഉണ്ടാവും. മലയാളം കഴിയുന്നതും വായിക്കാതിരിക്കുക, ഇംഗ്ലീഷ് മാത്രം വായിച്ചു നോക്കുക. വല്ല കാരണവശാലും എന്തെങ്കിലും ആശയം കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ മലയാളം വായിക്കാവൂ. കാരണം ഇംഗ്ലീഷിനേക്കാൾ വിഷമാണ് മലയാളം. അതാ പ്രശ്നം, വേറൊന്നല്ല. അപ്പൊ എന്താ സംഭവം? An officer transferred to a service or post to which these rules apply from a service or post to which they does not apply is not ordinarily entitled to leave under these rules in respect of duty performed before such transfer. KSR ബാധകമല്ലാത്ത ഒരു തസ്തികയിൽ ഇരിക്കുന്ന ഓഫീസറെ KSR ബാധകമായ ഒരു തസ്തികയിലേക്ക് നിയമിക്കപ്പെട്ടാൽ KSR ബാധകമല്ലാത്ത തസ്തികയിൽ ഇരുന്ന കാലത്തെ സർവീസ് പരിഗണിച്ച് ഒരാൾക്ക് ലീവ് അനുവദിക്കുന്നതല്ല. ഇതാണ് റൂൾ 62 സമ്മറി. ക്ലിയർ ആണോ? അത് പറയും. ക്ലിയർ, മനസ്സിലായി സർ. ഇനി റൂൾ 63. ഒരു ജീവനക്കാരൻ കോമ്പൻസേഷൻ പെൻഷനിൽ പിരിഞ്ഞു, അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞു, അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റി വാങ്ങി പിരിഞ്ഞു എങ്കിൽ ഒരു ജീവനക്കാരൻ കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റി വാങ്ങി പിരിഞ്ഞു, അതല്ലെങ്കിൽ ഇൻവാലിഡ് കോമ്പൻസേഷൻ പെൻഷൻ അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷൻ വാങ്ങി, അതല്ലെങ്കിൽ കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റി വാങ്ങി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് തിരികെ വീണ്ടും ഗവൺമെന്റ് സർവീസിലേക്ക് പുനഃപ്രവേശനം ലഭിച്ചു. അങ്ങനെ പുനഃപ്രവേശനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ ഗ്രാറ്റുവിറ്റി അദ്ദേഹം തിരിച്ചടയ്ക്കാൻ തയ്യാറായി. നേരത്തെയുള്ള കോമ്പൻസേഷൻ പെൻഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റി വാങ്ങിയത് അദ്ദേഹം തിരിച്ചടച്ചു എങ്കിൽ ഇദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് റിട്ടയർമെന്റിൽ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പാസ്റ്റ് സർവീസ് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അത്രയും കാലം പെൻഷന് പരിഗണിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ എന്ത് ചെയ്തു? ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ കോമ്പൻസേഷൻ പെൻഷൻ അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷൻ അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞു. അപ്പൊ അതെന്താന്ന് അറിയണ്ടേ? ഒരാൾ കോമ്പൻസേഷൻ പെൻഷനിൽ പിരിഞ്ഞു, കാണാവോ? യെസ്.
ഒരാൾ കോമ്പൻസേഷൻ പെൻഷനും പിരിഞ്ഞു. എന്താണ് കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ? ഒരു തസ്തിക ഗവൺമെന്റ് നിർത്തലാക്കുകയാണ്. ഞാനിപ്പോ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് കോമ്പൻസേഷൻ പെൻഷൻ എന്നാണ്. തസ്തിക നിർത്തലാക്കുകയാണ് ഗവൺമെന്റ്. ഒരു തസ്തിക സ്റ്റോപ്പ് ചെയ്യാം. അതില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരന്റെ മുമ്പിൽ ഗവൺമെന്റ് 2 ഓപ്ഷൻ വെക്കും. എന്താ ഓപ്ഷൻ? നിങ്ങൾ സർവീസിൽ തുടരുന്നോ? നിങ്ങളുടെ തസ്തിക നിർത്തലാക്കുകയാണ്. നിങ്ങൾക്ക് സമാനമായ തസ്തികയോ, ചിലപ്പോൾ സമാനമായ തസ്തിക ലഭ്യം അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന തസ്തികയോ തരാം. നിങ്ങൾ ജോലിയിൽ തുടരുന്നോ എങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ തുടരാം. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തത്, നിങ്ങൾക്ക് തസ്തിക നിർത്തലാക്കുന്നത് കൊണ്ട് നിങ്ങൾ പെൻഷൻ ആവാനൊന്നും ആയിട്ടില്ല, ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കോമ്പൻസേഷൻ എന്ന രീതിയിൽ കോമ്പൻസേഷൻ പെൻഷൻ തരാം. നിങ്ങൾക്ക് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോവാം. ഏത് വേണമെങ്കിലും ഗവൺമെന്റ് ജീവനക്കാരനെ സ്വീകരിക്കാം. ശരി, ഇയാൾ കോമ്പൻസേഷൻ പെൻഷൻ സ്വീകരിക്കാനാണ് തയ്യാറാവുന്നത് എങ്കിൽ അതുവരെയുള്ള സർവീസ് പരിഗണിച്ച് അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കും. ഇനി 10 വർഷം സർവീസ് ആവാതെ പിരിയാണെങ്കിൽ അദ്ദേഹത്തിന് കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റിയാണ് കൊടുക്കുക. അതാണ് കോമ്പൻസേഷൻ പെൻഷൻ. കോമ്പൻസേഷൻ പെൻഷൻ നമ്മൾ പാർട്ട് 3 പെൻഷനിൽ പഠിക്കേണ്ടതാണ്. KSRന്റെ പാർട്ട് 3 പെൻഷനിൽ കോമ്പൻസേഷൻ പെൻഷൻ നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. ഇത്രയും ഇപ്പോഴും ഓർമ്മിച്ചു വെക്കുക. എന്താ കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് ഒരു തസ്തിക നിർത്തലാക്കുമ്പോൾ ഗവൺമെന്റ് ജീവനക്കാരന്റെ മുമ്പിൽ 2 ഓപ്ഷൻ വെക്കും. ഒന്ന്, അയാൾക്ക് സമാനമായതോ അതിനേക്കാൾ താഴ്ന്നതോ ആയ തസ്തികയിൽ തുടരാം. അതല്ലെങ്കിൽ അതുവരെയുള്ള സർവീസ് പരിഗണിച്ച് പെൻഷൻ വാങ്ങിച്ചു പോകാം. പെൻഷൻ വാങ്ങിച്ചു പോകാനാണ് തീരുമാനമെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന പെൻഷന്റെ പേര് പറയൂ. കോമ്പൻസേഷൻ പെൻഷൻ. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ പെൻഷൻ. ഇനി അടുത്തത് ഇൻവാലിഡ് പെൻഷനാണ്. ഇൻവാലിഡ് പെൻഷൻ. ഇൻവാലിഡ് പെൻഷൻ എന്താ? ഇൻവാലിഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ജീവനക്കാരൻ സർവീസിൽ തുടരാൻ അദ്ദേഹത്തിന്റെ രോഗം അനുവദിക്കുന്നില്ല. ഇദ്ദേഹം ഹീസ് പെർമനന്റ്ലി ഇൻകേപ്പബിൾ ടു കണ്ടിന്യൂ ഇൻ സർവീസ്. പെർമനന്റ്ലി ഇൻകേപ്പബിൾ ഇൻ കണ്ടിന്യൂ സർവീസ്. ഇദ്ദേഹത്തിന് ഒരു മാറാ രോഗം ബാധിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന് സർവീസിൽ തുടരാൻ പറ്റില്ല ഇനി അങ്ങോട്ട് എന്ന് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നൽകുന്ന പെൻഷന്റെ പേരാണ് ഇൻവാലിഡ് പെൻഷൻ. ഇങ്ങനെ ഒരു മെഡിക്കൽ ഓഫീസർ സർട്ടിഫൈ ചെയ്യുകയാണ് ഹീസ് അൺഫിറ്റ് ടു കണ്ടിന്യൂ ഇൻ ഡ്യൂട്ടി. കാരണം ഹീസ് പെർമനന്റ്ലി ഇൻകേപ്പബിൾ. പെർമനന്റ്ലി ഇൻകേപ്പബിൾ. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പെർമനന്റ്ലി ഇൻകേപ്പബിൾ ആണ് സർവീസിൽ തുടരാൻ എന്ന് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് ഡേറ്റ് മുതൽ ഇദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകണം. എങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന പെൻഷന്റെ പേരാണ് ഇൻവാലിഡ് പെൻഷൻ. ശരി, കോമ്പൻസേഷൻ പെൻഷൻ പിരിഞ്ഞു, അദ്ദേഹത്തിന് വീണ്ടും ഒരു ജോലി, അയാൾ മറ്റൊരു PSCയോ മറ്റോ എഴുതി, അയാൾക്ക് വീണ്ടും ജോലി കിട്ടി. ഡോക്ടർ ഇൻവാലിഡ് പെൻഷനിൽ പിരിയാൻ വേണ്ടി ഇദ്ദേഹത്തോട് പറഞ്ഞു, അയാള് പിരിഞ്ഞു. നേരെ ഒരു വലിയ ആളില്ലേ, അയാൾ തീരുമാനിച്ചാൽ ഡോക്ടർമാർ എത്ര മാറാ വ്യാധിയാണ് ഇദ്ദേഹത്തിന് ബാധിച്ചത് എന്ന് പറഞ്ഞാലും ശരി, അദ്ദേഹം മാറ്റാൻ വിചാരിച്ചാൽ മാറും. ശരി, അദ്ദേഹത്തിന് അസുഖമൊക്കെ മാറി അപ്രതീക്ഷിതമായിട്ട്. അയാൾ വീണ്ടും ഒരു PSC എഴുതി ജോലി പ്രവേശിച്ചു. ശരി,
ഇവര് തീരുമാനിക്കുകയാണ് ഇനി എനിക്ക് പെൻഷൻ വേണ്ട, എന്റെ കോമ്പൻസേഷൻ പെൻഷൻ ഞാൻ നിർത്തുകയാണ്, ഇൻവാലിഡ് പെൻഷൻ എനിക്ക് വേണ്ട. പിന്നെയോ വാങ്ങിപ്പോയ DCRG തിരിച്ചടയ്ക്കാനും തയ്യാറായി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അൾട്ടിമേറ്റ് റിട്ടയർമെന്റിൽ 56 വയസ്സ് പൂർത്തിയായി റിട്ടയർ ചെയ്യുമ്പോൾ ഈ പഴയകാല പാസ്റ്റ് സർവീസും കൂടെ പെൻഷൻ പരിഗണിച്ച് പെൻഷൻ തരും. ക്ലിയർ ആയോ പറഞ്ഞത്? സാർ അതൊന്നുകൂടെ പറഞ്ഞുതരാവോ? ഏതൊക്കെയാ പറയണ്ടത്? ഏറ്റവും അവസാനം പറഞ്ഞു. കോമ്പൻസേഷൻ പെൻഷൻ എന്താന്ന് മനസ്സിലാക്കിയോ? മനസ്സിലായി. ഇൻവാലിഡ് പെൻഷൻ എന്താന്ന് മനസ്സിലാക്കിയോ? അത് മനസ്സിലായി. അതിനുശേഷം പറഞ്ഞത്. ഇനി അടുത്തതാണ്, ഇനി നമ്മുടെ റൂളിലാണ് വരേണ്ടത്. ഒരാള് കോമ്പൻസേഷൻ പെൻഷനിൽ പിരിഞ്ഞു, അല്ലെ ഇൻവാലിഡ് പെൻഷൻ വാങ്ങി, പിന്നീട് അവർക്ക് പുനർജോലി കിട്ടി, റീ എംപ്ലോയിഡ് ആയി ജോലി കിട്ടി. എങ്ങനെ? ഇവര് മാക്സിമം ഏജ് പൂർത്തിയാവുന്നതിന് മുമ്പാണ് കോമ്പൻസേഷൻ പെൻഷൻ പോയത്, അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷനിൽ പോയത്. അങ്ങനെ ആവാലോ, അല്ലെ? ഗവൺമെന്റ് സർവീസിൽ വരാനുള്ള വയസ്സ് അതിന്റെ മാക്സിമം എത്താതെ പിരിഞ്ഞു പോയാൽ വീണ്ടും PSC എഴുതിക്കൂടെ? എഴുതാം. അങ്ങനെ വീണ്ടും ഇവർക്ക് ജോലി കിട്ടി, അവരെന്ത് പറയാണ്? ഞങ്ങളുടെ പെൻഷൻ ഇനി തരേണ്ടതില്ല, പെൻഷൻ വേണ്ട എന്ന് അവര് their പെൻഷൻ ഹെൽത്ത് ഹോളി ഇൻ അബയൻസ്, പെൻഷൻ എന്ത് ചെയ്തു? തടഞ്ഞു വെച്ചു. ഇനി പെൻഷൻ വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ഗ്രാറ്റുവിറ്റി അതും അവര് തിരിച്ചടച്ചു, വാങ്ങിപ്പോയ മുഴുവൻ ഗ്രാറ്റുവിറ്റിയും തിരിച്ചടച്ചു. ഈ രണ്ട് കാര്യം ചെയ്താൽ, പെൻഷൻ വേണ്ടെന്ന് വെച്ചു, വാങ്ങിപ്പോയ ഗ്രാറ്റുവിറ്റി തിരിച്ചടച്ചു, എങ്കിൽ ഇവരുടെ അൾട്ടിമേറ്റ് റിട്ടയർമെന്റിൽ 56 വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്ന് പിരിയുമ്പോൾ ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞ കാലം, ഇൻവാലിഡ് പെൻഷൻ പിരിയുന്നതിന് തൊട്ടു മുമ്പേയുള്ള പാസ്റ്റ് സർവീസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ കോമ്പൻസേഷൻ പെൻഷൻ പിരിയുന്നതിന് മുമ്പുള്ള പാസ്റ്റ് സർവീസ് ഉണ്ടല്ലോ, അത് ഇദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കും എന്നാണ് 63 പറയുന്നത്. അത് തിരിച്ചടച്ചാൽ മാത്രമേ അങ്ങനെ പരിഗണിക്കുള്ളൂ സാറേ? അത്രേ ഉള്ളൂ. തിരിച്ചടയ്ക്കണം, പെൻഷൻ വേണ്ടെന്ന് വെക്കണം, വാങ്ങിപ്പോയ ഗ്രാറ്റുവിറ്റി തിരിച്ചടയ്ക്കണം. എങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അത്രയും കാലം കൗണ്ട് ഹിസ് ഫോർമർ സർവീസ് ടുവേർഡ്സ് പെൻഷൻ ആൻഡ് ലീവ്, പെൻഷനും ലീവിനും പരിഗണിക്കും. He may, at the discretion of the government, and to such extent as the government may decide, count his former service towards leave. ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അത്രയും കാലം ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഹിസ് ഫോർമർ സർവീസ് ടുവേർഡ്സ് ലീവ്, കൗണ്ട് ഹിസ് ഫോർമർ സർവീസ് ടുവേർഡ്സ് ലീവ്, ലീവ് കൗണ്ട് ചെയ്യുന്നതിന് പരിഗണിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ? ഓക്കെ സാർ. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഒരു ജീവനക്കാരൻ കോമ്പൻസേഷൻ പെൻഷനിൽ പിരിഞ്ഞു, അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞു, പിന്നീട് അവർക്ക് വീണ്ടും പുനഃപ്രവേശനം കിട്ടി, ജോലിയിൽ പുനഃപ്രവേശനം കിട്ടി. അങ്ങനെ ജോലിയിൽ പുനഃപ്രവേശനം കിട്ടിയപ്പോൾ അവർ തീരുമാനിക്കുന്നു, എന്റെ പാസ്റ്റ് സർവീസ് പെൻഷനും ലീവിനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അവരെന്ത് ചെയ്യണം? their pension wholly in abeyance, kept in abeyance. പെൻഷൻ എന്ത് ചെയ്യണം? വേണ്ടെന്ന് വെക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? ഗ്രാറ്റുവിറ്റി റീഫണ്ട് ചെയ്യണം. വാങ്ങിപ്പോയ ഗ്രാറ്റുവിറ്റി റീഫണ്ട് ചെയ്യണം. ഈ രണ്ട് കാര്യം ചെയ്താൽ അവർക്കുള്ള ബെനിഫിറ്റ് എന്താണ്? അൾട്ടിമേറ്റ് പെൻഷനിൽ പഴയ സർവീസ് ഈസ് പെൻഷനബിൾ ഓൺ ദ അൾട്ടിമേറ്റ് റിട്ടയർമെന്റ്. അദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് റിട്ടയർമെന്റിൽ ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് പെൻഷന് യോഗ്യമാവും. പിന്നെന്ത് കിട്ടും? ലീവും പാസ്റ്റ് സർവീസ് പരിഗണിച്ച് ലീവും ടു സച്ച് എക്സ്റ്റെന്റ്
Yet the government may decide count his former service towards leave. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അത്രയും കാലം ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് ലീവിന് പരിഗണിക്കും. വ്യക്തമായോ? ആയി സർ. സംശയം ആർക്കും ബാക്കി നിൽക്കരുത്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞോ. ഓക്കെ. ഓക്കെ സർ. ഇനി ഒരു ജീവനക്കാരനെ സർവീസ് കേട്ടില്ല. കുറച്ചും കൂടി എഴുതാണ്ട് ഇപ്പോഴത്തെ എഴുതിയില്ല. ഇപ്പൊ 63 പെട്ടത്. ശരി, താങ്ക് യു സാർ. ഇനി ഒരാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നു. ഒരാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഒരാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? അയാൾ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോഴാണ്. ഒരു ശിക്ഷ എന്നുള്ള രീതിയിലാണ് ഒരാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നത്. അല്ലേ? ഒരാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത് എപ്പോ? ഗുരുതരമായ കൃത്യവിലോപം അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുമ്പോഴാണ് സർവീസിന് റിമൂവ് ചെയ്യുന്നത് അല്ലെ ഡിസ്മിസ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ സർവീസിന് ഡിസ്മിസ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്താൽ അയാൾ വെറുതെ ഇരിക്കുകയോ? ഇല്ല. അയാൾ ആ നടപടിക്കെതിരെ അപ്പീൽ പോവും, റിവിഷൻ കൊടുക്കും, കോടതിയിൽ പോവും. ശരി, അങ്ങനെ ഒരാളെ സർവീസിന് ഡിസ്മിസ് ചെയ്തു, റിമൂവ് ചെയ്തു. അയാൾ അപ്പീലിൽ, റിവിഷനിൽ എന്ത് ഉത്തരവ് വാങ്ങിച്ചു? സർവീസിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് വാങ്ങിച്ചു. റീഇൻസ്റ്റേറ്റഡ് ഓൺ അപ്പീൽ. അപ്പീലിൽ ഇദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെട്ടു. ഇയാളെ പിരിച്ചുവിട്ടതാണ്. അയാൾ കോടതിയിൽ പോയി അല്ലെങ്കിൽ അപ്പീലിൽ പോയി, ഗവൺമെന്റിലേക്ക് അപ്പീൽ കൊടുത്തു, അല്ലെങ്കിൽ കോടതിയിൽ കൊടുത്തു, അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ അദ്ദേഹം ഫൈറ്റ് ചെയ്തു. എന്ത് ഉത്തരവ് വാങ്ങിച്ചു? പിരിച്ചുവിടുന്നത് റദ്ദാക്കിക്കൊണ്ട്, ഡിസ്മിസ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് വാങ്ങിച്ചു. അങ്ങനെ ഉത്തരവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹീസ് എൻറ്റൈറ്റിൽഡ് ടു കൗണ്ട് ഹിസ് ഫോർമർ സർവീസ് ഫോർ ലീവ്. അദ്ദേഹത്തിന്റെ ഫോർമർ സർവീസ് ലീവിന് പരിഗണിക്കുന്നതാണ്. ഒരാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു, റിമൂവ് ചെയ്തു. സർവീസിന് ഡിസ്മിസ് ചെയ്തു, റിമൂവ് ചെയ്തു. അയാൾ അപ്പീലിൽ പോയി അല്ലെങ്കിൽ റിവിഷനിൽ അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് കിട്ടി, രക്ഷപ്പെട്ടു. എങ്കിൽ അദ്ദേഹത്തിന്റെ ഫോർമർ സർവീസ് ലീവിന് കൗണ്ട് ചെയ്യും. An officer who is dismissed, removed from public service, but is reinstated on appeal or revision is entitled to count his former service for leave. Clear? സാർ, അപ്പൊ അയാള് പുറത്തു നിന്ന ആ കാലയളവോ? ആ ജീവനക്കാരന് പുറത്തു നിന്ന ആ കാലയളവോ? ഡിസ്മിസ് ചെയ്തിട്ട് പുറത്തു നിന്ന ഒരു കാലയളവില്ലേ, ആ കാലവോ? ആ കാലയളവ് എന്ത് ചെയ്യണമെന്ന് ഇയാളെ പുനഃപ്രവേശിച്ച റിവിഷൻ അല്ലെങ്കിൽ അപ്പീലിൽ പുനഃപ്രവേശിച്ച അതോറിറ്റി പറയണം. അതിനനുസരിച്ചായിരിക്കും അത് പരിഗണിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഫോർമർ സർവീസ് ലീവിന് പരിഗണിക്കും. ഇനി പുറത്തു നിന്ന കാലം കൂടി ഡ്യൂട്ടിയായി പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ആ കാലം ഉൾപ്പെടെ മുഴുവനും ലീവിന് പരിഗണിക്കും. (63B) ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഒരു ജീവനക്കാരനെ സർവീസിന് ഡിസ്മിസ് ചെയ്തു, റിമൂവ് ചെയ്തു. എന്തായാലും ശരി, അയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്താൽ അദ്ദേഹത്തിന്റെ ഫോർമർ സർവീസ് ലീവിന് പരിഗണിക്കും. ഇനി ഒരാളെ സർവീസിൽ നിന്ന് സൂപ്പർ ആനുവേഷനിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? 56 വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു.
ദാറ്റ് ഈ സൂപ്പർ ആനുവേഷനിൽ പിരിഞ്ഞു എന്ന് പറയും. ഒരാൾ 56 വയസ്സ് പൂർത്തിയാക്കി സർവീസിൽ നിന്ന് പിരിഞ്ഞാൽ അയാൾ സൂപ്പർ ആനുവേഷനിൽ സർവീസിൽ നിന്ന് പിരിഞ്ഞു എന്നാണ് പറയുക. അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു, ദാറ്റ് ഈസ് ഒരാൾ റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞു. വോളണ്ടറി റിട്ടയർമെന്റ് മീൻസ് റിട്ടയറിംഗ് പെൻഷൻ. വോളണ്ടറി റിട്ടയർമെന്റ് പിരിഞ്ഞു. ശരി, സാധാരണഗതിയിൽ സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 56 വയസ്സ് പൂർത്തിയാക്കി പിരിയുന്നത്. 56 വയസ്സ് പൂർത്തിയാക്കി പിരിയുന്നത്. പൂർത്തിയായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതാണ് സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിയുന്നു എന്ന് പറയുന്നത്. റിട്ടയറിംഗ് പെൻഷനിൽ പിരിയുന്നു എന്ന് പറഞ്ഞാലോ 20 വർഷത്തെ സർവീസ് പൂർത്തിയാക്കി വളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിക്കുന്നു, ദാറ്റ് ഈസ് റിട്ടയറിംഗ് പെൻഷൻ. ഇങ്ങനെ സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞവരെ അല്ലെങ്കിൽ റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവരെ വീണ്ടും റീ എംപ്ലോയിഡ് പെൻഷനറായി സർവീസിൽ സാധാരണഗതിയിൽ എടുക്കാറില്ല. എങ്ങനെ? സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞവർ അതല്ലെങ്കിൽ റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവരെ റീ എംപ്ലോയിഡ് പെൻഷനറായി വീണ്ടും സർവീസിൽ സാധാരണഗതിയിൽ പുനഃപ്രവേശിപ്പിക്കാറില്ല. എന്നാൽ അങ്ങനെ സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞവരെ റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവരെ റീ എംപ്ലോയി ആയി സർവീസിൽ പുനഃപ്രവേശിപ്പിക്കുന്നത് ഈസ് ആൻ എക്സെപ്ഷണൽ. എന്താ എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാൽ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ചെയ്യുന്ന പണിയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ടെമ്പററി എക്സ്പീഡിയന്റ്. ഇറ്റ് ഈസ് എ ടെമ്പററി എക്സ്പീഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താൽക്കാലികമായ ഒരു താൽക്കാലിക സംവിധാനം മാത്രമായിരിക്കും. എങ്ങനെ? ഒരാൾ സൂപ്പർ ആനുവേഷനിൽ പിരിഞ്ഞാൽ അതല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയാൽ അവരെ സാധാരണഗതിയിൽ റീ എംപ്ലോയി ആയി സർവീസിൽ പുനഃപ്രവേശിപ്പിക്കാറില്ല. ഇനി ഇവരെ സർവീസ് പുനഃപ്രവേശിപ്പിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. എക്സെപ്ഷണൽ കേസ്. അത് മാത്രമല്ല, ഇവരുടെ നിയമനം എങ്ങനത്തായിരിക്കും? ഒരു ടെമ്പററി എക്സ്പീഡിയന്റ് ആയിരിക്കും, ഒരു താൽക്കാലിക സംവിധാനം മാത്രമായിരിക്കും. ഇറ്റ് ഈസ് എ ടെമ്പററി എക്സ്പീഡിയന്റ്. ആരുടെ നിയമനാണ് ടെമ്പററി എക്സ്പീഡിയന്റ്? സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞവരെ റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവരെ റീ എംപ്ലോയി ആയി പുനഃപ്രവേശിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ ടെമ്പററി എക്സ്പീഡിയന്റ്. ആ വാക്ക് ഓർമ്മിക്കണം. എന്ത്? ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷണൽ. എക്സെപ്ഷണൽ. സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞവരെ അതല്ലെങ്കിൽ റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവരെ വീണ്ടും സർവീസിൽ പ്രവേശിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. എക്സെപ്ഷണൽ കേസാണ്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ ടെമ്പററി എക്സ്പീഡിയന്റ്. ഇറ്റ് ഈസ് എ ടെമ്പററി എക്സ്പീഡിയന്റ്. ഒരു താൽക്കാലിക സംവിധാനം മാത്രമായിരിക്കും. അപ്പം റീ എംപ്ലോയിഡ് പെൻഷനറെ വീണ്ടും സർവീസിൽ പ്രവേശിപ്പിക്കുന്നത് ഒരു ടെമ്പററി എക്സ്പീഡിയന്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവരുടെ നിയമനം ടെമ്പററി ആയിരിക്കും എന്നർത്ഥം. അപ്പം റീ എംപ്ലോയിഡ് പെൻഷനറെ വീണ്ടും, അതായത് റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞു അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞു, അങ്ങനെ വീണ്ടും സർവീസിൽ പുനഃപ്രവേശിപ്പിച്ചാൽ അവരെ എന്തായി കണക്കാക്കും? ടെമ്പററി ജീവനക്കാരായി മാത്രമേ കണക്കാക്കൂ. ടെമ്പററി ജീവനക്കാരായി മാത്രമേ കണക്കാക്കൂ. അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ലീവിനുള്ള അർഹത ടെമ്പററി ജീവനക്കാർക്കുള്ള ലീവിന് മാത്രമേ അർഹതയുള്ളൂ. Is leave during the period of re-employment regulated by rules in Appendix 8. അപ്പൻഡിക്സ് 8-ലുള്ള ടെമ്പററി ജീവനക്കാർക്കുള്ള ലീവ് മാത്രമേ
റീ എംപ്ലോയിഡ് പെൻഷനേഴ്സിന് സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ റിട്ടയറിംഗ് പെൻഷനിൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തു പോയി വീണ്ടും സർവീസ് പുനഃപ്രവേശിച്ച ഇവരുടെ നിയമനം ടെമ്പററി എക്സ്പീഡിയന്റ് ആയിരിക്കും. ഇവരുടെ നിയമനം ടെമ്പററി ആയതുകൊണ്ട് തന്നെ ടെമ്പററി ജീവനക്കാർക്കുള്ള ലീവിന് മാത്രമേ അർഹതയുള്ളൂ. ഇവർക്ക് ടെമ്പററി ജീവനക്കാർക്കുള്ള ലീവിനെ കുറിച്ച് പറയുന്നത് അപ്പൻഡിക്സ് 8 അതുകൊണ്ട് ലീവിന്റെ കാര്യത്തിൽ ഇവർക്ക് അപ്പൻഡിക്സ് 8 മാത്രമേ ബാധകമാകൂ. അപ്പൊ എന്താ പറഞ്ഞ് സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞവർ, റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവർ വീണ്ടും സർവീസിൽ പുനഃപ്രവേശിച്ചാൽ അവരെന്തായി കണക്കാക്കും? താൽക്കാലിക ജീവനക്കാരായി പെൻഷനറായി കണക്കാക്കും. റീ എംപ്ലോയിഡ് പെൻഷനറായി കണക്കാക്കും. ശരിയല്ലേ? റീ എംപ്ലോയിഡ് പെൻഷനറായി നിയമിക്കപ്പെടുന്നവർ ആര് മാത്രമായിരിക്കും? റീ എംപ്ലോയിഡ് പെൻഷനറായി സർവീസിൽ പ്രവേശിക്കുന്നവർ ആര് മാത്രമായിരിക്കും? താൽക്കാലിക ടെമ്പററി ജീവനക്കാരായിരിക്കും. റീ എംപ്ലോയിഡ് പെൻഷനേഴ്സ് ടെമ്പററി ജീവനക്കാരായതുകൊണ്ട് തന്നെ അവർക്കുള്ള ലീവുകൾ ആർക്കുള്ള ലീവ് പോലെയാണ്? ജീവനക്കാർക്കുള്ള ലീവാണ്. ടെമ്പററി ജീവനക്കാർക്ക് നൽകുന്ന ലീവിനെ കുറിച്ച് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? അപ്പൻഡിക്സ് 8 പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? അവിടെ ഒരു ഡൗട്ട്. ഇവിടെ ഈ സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത് അധ്യാപകർക്ക് ഈ ഒരു ജൂലൈ 2 മുതലോ അങ്ങനെ അവിടെ ഒരു സൂപ്പർ ആനുവേഷൻ വരുന്നില്ലേ? അതും ഇതായിട്ട് എന്താ ബന്ധം? കറക്റ്റ് ബന്ധപ്പെട്ടതാണ്. നമ്മളത് തെറ്റായി ആ പദം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ഒരാള് ഡേറ്റ് ഓഫ് ബർത്ത് ഓഗസ്റ്റ് 20 വിചാരിക്കേ. ഓഗസ്റ്റ് 20 അയാളുടെ സൂപ്പർ ആനുവേഷൻ ഡേറ്റ് ഓഗസ്റ്റ് 31 എന്ന് പറഞ്ഞാൽ ഒരാൾ 56 വയസ്സ് പൂർത്തിയാവുന്ന മാസത്തിന്റെ അവസാന ദിവസം, അതായത് പിന്നെ ഓഗസ്റ്റ് ആണോ ഒക്ടോബർ ആണോ ഞാൻ പറഞ്ഞു? ഓഗസ്റ്റ് 20 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ഒരാളുടെ 56 വയസ്സ് പൂർത്തിയാവുക ഒരു ഓഗസ്റ്റ് 20 അല്ലേ? അതെ. ആ മാസത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ആഗസ്റ്റ് 31. ആഗസ്റ്റ് 31 അദ്ദേഹത്തിന്റെ സൂപ്പർ ആനുവേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ കമ്പൽസറി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ട ഡേറ്റ് ആണ് സൂപ്പർ ആനുവേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അത് എന്തായിരിക്കും? 56 വയസ്സ് പൂർത്തിയാവുന്ന മാസത്തിന്റെ അവസാന ദിവസമായിരിക്കും. ഈ കേസിൽ ഓഗസ്റ്റ് 31 അതിനുശേഷം ടീച്ചേഴ്സ് അല്ലാത്ത എല്ലാവരും 56 വയസ്സ് പൂർത്തിയാവുന്ന മാസത്തിന്റെ അവസാന ദിവസം പിരിഞ്ഞു പോകണം. ജൂലൈ 2 അതിനുശേഷമോ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ടീച്ചേഴ്സിനൊക്കെ ആ വർഷം, ആ സ്കൂൾ ഇയർ, ആ അക്കാദമിക് ഇയർ അവസാനിക്കുന്നവരെയും സർവീസിൽ തുടരാം. അത് എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സർവീസ് ആയി കണക്കാക്കും. എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സർവീസ്. നമ്മൾ അതിന് തെറ്റി പറയും സൂപ്പർ ആനുവേഷൻ പീരീഡ് ആണെന്ന് പറയും. ശരിക്കും സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ആണ്. അത് സ്വാഭാവികമായിട്ടും 56 വയസ്സ് പൂർത്തിയാവുന്ന മാസത്തിന്റെ അവസാന ദിവസമാണ്. അത് ടീച്ചേഴ്സിന് മാത്രം ജൂലൈ 2 ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നു എങ്കിൽ അവർക്ക് സർവീസിൽ തുടരാം. പക്ഷേ സൂപ്പർ ആനുവേഷൻ ഡേറ്റിന് ശേഷം സർവീസിൽ തുടരുന്ന കാലം ഒരു ആനുകൂല്യത്തിനും പരിഗണിക്കില്ല. ശമ്പളം വാങ്ങിച്ചു പോകാന്ന് മാത്രം. ഇൻക്രിമെന്റ് കിട്ടില്ല, ഗ്രേഡ് കിട്ടില്ല, പ്രൊമോഷൻ കിട്ടില്ല, ഒന്നും കിട്ടില്ല. സർവീസിൽ തുടരാമെന്ന് മാത്രം. ആ കാലയളവിൽ കാഷ്വൽ ലീവ് അല്ലാതെ ഒരു ലീവ് എടുക്കാൻ പറ്റില്ല. അതിന് പറയുന്ന എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സർവീസ്, നീട്ടിക്കൊടുത്ത കാലം എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സർവീസ് ആണ്. നമ്മൾ അതിന് പറയുന്നത്, നമ്മൾ സാധാരണ എല്ലാവരും പറയും എന്താണ്? സൂപ്പർ ആനുവേഷൻ പീരീഡ്. സൂപ്പർ ആനുവേഷൻ പീരീഡ്.
സാർ ആ സമയത്ത് ഏത് പോസ്റ്റിലാണോ നിൽക്കുന്നത് ആ പോസ്റ്റിൽ തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത്? ആ പോസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഈ 56 വയസ്സ് പൂർത്തിയാവുന്ന മാസത്തിന്റെ അവസാന ദിവസം എന്ത് ശമ്പളമാണോ വാങ്ങിച്ചു കൊണ്ടിരുന്നത് അത് വാങ്ങാം. അത് തന്നെ റിട്ടയർ ചെയ്യുന്നവരെയും ആ അധ്യയന വർഷം അവസാനിക്കുന്ന മാർച്ച് 31 വരെയും അദ്ദേഹത്തിന് അത് വാങ്ങിക്കാം. ഈ സമയത്ത് ഈ കാലഘട്ടത്തില് ഇൻക്രിമെന്റ് വന്നാൽ കിട്ടില്ല. ആ സ്കൂൾ HM മരിച്ചുപോയി, അയാൾക്കൊരു പ്രൊമോഷൻ കിട്ടില്ല. ലീവ് അനുവദിക്കോ? ലീവ് അനുവദിക്കില്ല. ആകെ എടുക്കാവുന്ന കാഷ്വൽ ലീവ് മാത്രം. സമരം ചെയ്ത പുറത്താവൂലേ? സമരം ചെയ്താൽ പുറത്താവില്ല. സമരം ചെയ്ത ദിവസം എലിജിബിൾ ലീവാക്കാൻ പറഞ്ഞാൽ പുറത്തു പോകും. കാരണം ഈ എക്സ്റ്റൻഡഡ് പീരീഡിൽ യാതൊരു ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, എടുത്താ എന്താ പറ്റുന്നത്? ഏഹ് ആ എക്സ്റ്റൻഡഡ് പീരീഡിൽ ലീവ് എടുത്താൽ എന്താ പറ്റുന്നത്? ലീവിന്റെ അപേക്ഷ കൊടുത്തതിന്റെ തലേ ദിവസം ഇയാൾ സർവീസിന് പിരിഞ്ഞതായി കണക്കാക്കും. ഓക്കെ സർ. ദിവസം കൊണ്ട് കയറാൻ പറ്റത്തില്ലയോ അന്നേരം? ലീവ് കഴിഞ്ഞിട്ട് പിന്നെ കയറാൻ പറ്റുമോ? കേട്ടില്ല. ലീവ് കഴിഞ്ഞ് ലീവ് കഴിയാൻ പോയിട്ട് ലീവിന്റെ അപേക്ഷ കൊടുത്താൽ അപേക്ഷ കൊടുത്തതിന്റെ തലേ ദിവസം റിട്ടയർ ചെയ്തതായി കണക്കാക്കും. പിന്നെ ലീവ് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന പോട്ടെ. ലീവിന് അപേക്ഷ ഹെഡ് ഓഫ് ദ ഓഫീസിന്റെ കയ്യിൽ കൊടുത്താൽ അതിന്റെ തലേ ദിവസം റിട്ടയർ ചെയ്തതായി കണക്കാക്കും. ലീവ് സാങ്ഷൻ ചെയ്യൊന്നും വേണ്ട, അപേക്ഷ കൊടുത്താൽ മതി. ഈ എക്സ്റ്റൻഡഡ് പീരീഡ് നിങ്ങൾക്ക് പരിപാടി നിർത്തി പോകണം എന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങളൊരു ലീവ് അപേക്ഷ എഴുതി കൊടുത്താൽ മതി. കാഷ്വൽ ലീവിന്റെ അല്ലാത്ത ഒരു ലീവ് അപേക്ഷ എഴുതി കൊടുത്താൽ മതി. എഴുതി കൊടുക്കുന്ന അതിന്റെ തലേ ദിവസം വൈകുന്നേരം നിങ്ങൾ റിട്ടയർ ചെയ്തതായി കണക്കാക്കും. കമ്മ്യൂട്ടഡ് ലീവിന്റെ അപേക്ഷ കൊടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഏത് ലീവിന്റെ അപേക്ഷ കൊടുത്താലും, കാഷ്വൽ ലീവ് അല്ലാത്ത എന്ത് ലീവിന്റെ അപേക്ഷ കൊടുത്താലും പിരിയും. ക്ലിയർ ആയോ? ഇപ്പൊ റൂള് 63 ഇച്ചിരി വലിയൊരു റൂള്. എന്താ പറഞ്ഞത്? ഒരു ജീവനക്കാരൻ സർവീസിൽ നിന്ന് കോമ്പൻസേഷൻ പെൻഷനിലോ ഇൻവാലിഡ് പെൻഷനിലോ പിരിഞ്ഞു, അയാളെ വീണ്ടും സർവീസിൽ പുനഃപ്രവേശിപ്പിച്ചാൽ, അങ്ങനെ പുനഃപ്രവേശിച്ചത് കൊണ്ട് ഇദ്ദേഹം പെൻഷൻ വേണ്ടെന്ന് വെച്ചു, ഇദ്ദേഹത്തിന്റെ ഗ്രാറ്റുവിറ്റി മുഴുവനും തിരിച്ചടച്ചു എങ്കിൽ ഈ കാലം പെൻഷന് യോഗ്യമാണ്. മാത്രവുമല്ല ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അത്രയും കാലം ഇദ്ദേഹത്തിന്റെ ഫോർമർ സർവീസ് ലീവിന് പരിഗണിക്കുന്നതാണ്. അതാണ് 63A. അടുത്തത് 63B എന്തായിരുന്നു? സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു, റിമൂവ് ചെയ്തു. അയാൾ അപ്പീലിൽ അല്ലെങ്കിൽ റിവിഷനിൽ റീസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഉത്തരവ് കിട്ടിയാൽ അയാളുടെ ഫോർമർ സർവീസ് ലീവിന് പരിഗണിക്കുന്നതാണ്. ഓക്കെ. ഓക്കെ സർ. ഇനി ഒരു ജീവനക്കാരൻ സർവീസിൽ നിന്ന് സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞു അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞു, അയാളെ ഒരു റീ എംപ്ലോയിഡ് പെൻഷനറായി സർവീസിലേക്ക് പുനഃപ്രവേശിപ്പിച്ചാൽ, റീ എംപ്ലോയിഡ് പെൻഷനറായി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചാൽ അദ്ദേഹത്തെ ടെമ്പററി ജീവനക്കാരനായി മാത്രമേ കണക്കാക്കൂ. ഇദ്ദേഹത്തെ ടെമ്പററി ജീവനക്കാരനായി മാത്രമേ കണക്കാക്കൂ. പിന്നെയോ ടെമ്പററി ജീവനക്കാരനായി മാത്രം കണക്കാക്കുന്നത് കൊണ്ട് ടെമ്പററി ജീവനക്കാർക്ക് ബാധകമായ ലീവ് റൂൾസിന് മാത്രമേ ഇദ്ദേഹത്തിന് അർഹതയുള്ളൂ. ടെമ്പററി ജീവനക്കാർക്ക് നൽകുന്ന ലീവ് അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവാണ്. ടെമ്പററി ജീവനക്കാർക്കുള്ള ലീവ് അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവാണ്. ഓക്കെ.
ഒരാള് ഇനി റൂൾ 63-ന്റെ നോട്ട്, ഒരാൾ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. സർവീസിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു, എനിക്ക് ജോലി തുടരാൻ താല്പര്യമില്ല, ഞാൻ റിസൈൻ ചെയ്യാണെന്ന് പറഞ്ഞ് ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. അങ്ങനെ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തു. അദ്ദേഹത്തിന് വേറൊരു PSC വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. വേണ്ടെന്ന് വെച്ച ജോലി അയാൾ മറ്റൊരു തസ്തികയിലേക്ക് ജോലി പ്രവേശിച്ചു. പക്ഷേ ഇദ്ദേഹം സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് മുഴുവൻ പോയി പോകും. റിട്ടയർ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ബ്രേക്ക് ഇല്ലാതെ മറ്റൊരു ജോലിയിൽ റിസൈൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ മറ്റൊരു ജോലിയിൽ പ്രവേശിച്ചാൽ പോലും എന്ത് ചെയ്യും? എൻറ്റൈൽസ് ഫോർഫീച്ചർ ഓഫ് പാസ്റ്റ് സർവീസ്. അദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് മുഴുവൻ നഷ്ടപ്പെടും. ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ ഓഫ് ഡ്യൂട്ടി. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ ഒരു ഇന്ററപ്ഷൻ വന്നതായി കണക്കാക്കും. എന്ന് പറഞ്ഞാൽ റെസിഗ്നേഷന്റെ മുമ്പുള്ള സർവീസ് മുഴുവൻ പോയി പോകുന്ന. എന്നാൽ ഒരാൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തത് മറ്റൊരു ജോലി സ്വീകരിക്കാനാണെങ്കിൽ ടു ടേക്ക് അപ്പ് അനദർ എംപ്ലോയ്മെന്റ്. ഒരാൾ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തത് എന്തിനാണ്? വെറുതെ വേണ്ടെന്ന് വെച്ചതല്ല, ടു ടേക്ക് അപ്പ് അനദർ അപ്പോയിന്റ്മെന്റ്, മറ്റൊരു ജോലി സ്വീകരിക്കാനാണ് സർവീസിന് റിസൈൻ ചെയ്തത് എങ്കിൽ ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. അതൊരു സർവീസ് ബ്രേക്ക് ആയി കണക്കാക്കില്ല. അപ്പൊ സർവീസ് ബ്രേക്ക് ആവുന്ന റെസിഗ്നേഷൻ ഉണ്ട്, സർവീസിന് യാതൊരു ബ്രേക്കും വരാത്ത റെസിഗ്നേഷൻ ഉണ്ട്. സർവീസില് യാതൊരു ബ്രേക്കും വരാത്ത റെസിഗ്നേഷൻ ഏതാണ്? മറ്റൊരു ജോലിക്ക് വേണ്ടി റിസൈൻ ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. അല്ലേ? സംശയം ചോദിച്ചോട്ടെ. ആ, അയാൾ സ്വീകരിക്കുന്നത് അയാൾ നിലവിൽ ചെയ്യുന്ന ജോലിയേക്കാൾ താഴ്ന്ന അടിസ്ഥാന ശമ്പളമുള്ള ജോലിയാണെങ്കിൽ അയാൾക്ക് അങ്ങനെ പോകാൻ പാടുമോ? പറ്റും. എന്നാലും എന്തല്ല, മറ്റൊരു ജോലി സ്വീകരിക്കാനുള്ളതാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. സർ, അപ്പൊ ആദ്യം സാർ പറഞ്ഞില്ലേ സർവീസ് ബ്രേക്ക് ആവാതെ പിറ്റേന്ന് തന്നെ അയാൾ ജോലിയിൽ പ്രവേശിച്ചാലും അത് ആദ്യത്തെ സർവീസ് പോകും എന്ന് പറഞ്ഞു. പക്ഷെ അയാളെ റെസിഗ്നേഷൻ ലെറ്ററിൽ മറ്റൊരു ജോലി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. അയാൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? റെസിഗ്നേഷൻ ഓഫ് പബ്ലിക് സർവീസ്. ഞാൻ സർവീസിന് റിട്ടയർ ചെയ്ത് പോവുകയാണ്. അവിടെ എന്ത് പറഞ്ഞില്ല? ടു ടേക്ക് അപ്പ് അനദർ അപ്പോയിന്റ്മെന്റ്. അത് പറഞ്ഞില്ല. എനിക്ക് സർവീസ് തുടരാൻ ആഗ്രഹമില്ല, താല്പര്യമില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു പോയി. രാത്രി വീട്ടിലെത്തി ആലോചിച്ചു ചെയ്തത് ശരിയായോ ഇല്ല. പക്ഷെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ഒരു PSC വന്ന് കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹം തിരികെ ജോലി പ്രവേശിച്ചു, അതിൽ പ്രവേശിച്ചു. ഇവിടെ തിരിച്ചു പോകാൻ പറ്റുമോ? ഇത് റിസൈൻ ചെയ്ത് പോയില്ലേ? പക്ഷെ അദ്ദേഹത്തിന് ഉടൻ തന്നെ മറ്റൊരു ജോലി റീ എംപ്ലോയ്മെന്റ് കിട്ടി. എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് മുഴുവൻ നഷ്ടപ്പെടും. ഫോർഫീച്ചർ ഓഫ് പാസ്റ്റ് സർവീസ്. ഇനി അതല്ല, ഇദ്ദേഹം റിസൈൻ ചെയ്തത് മറ്റൊരു ജോലി ടേക്ക് അപ്പ് അനദർ അപ്പോയിന്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ അതെന്തായി കണക്കാക്കില്ല? ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. അപ്പൊ പഴയ സർവീസ് പരിഗണിക്കൂലേ? അയാളുടെ പഴയ സർവീസ് എല്ലാ ആനുകൂല്യങ്ങൾക്കും പരിഗണിക്കും. ശരി. ഒന്നാമത്തെ ചോദ്യം ചെറിയൊരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യമാണ്. ടെർമിനൽ സറണ്ടർ ഓഫ് EL ഈസ് നോട്ട് പെർമിസിബിൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്. ഒരാൾ സർവീസിൽ നിന്ന് പിരിഞ്ഞാൽ ടെർമിനൽ സറണ്ടർ കൊടുക്കും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുള്ള ഏൺ ലീവ് എല്ലാം വിറ്റ് കാശാക്കാനുള്ള അനുമതി കൊടുക്കും.
എന്നാൽ താഴെ പറയുന്ന ഒരു ഘട്ടത്തിൽ ടെർമിനൽ സറണ്ടറിന് അനുവാദമില്ല. ഏതാണ് കേസ്? റെസിഗ്നേഷൻ ആണ്. എന്തുകൊണ്ട് റെസിഗ്നേഷൻ? എന്താ, ഒരാൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് മുഴുവൻ നഷ്ടപ്പെടുന്നു പറഞ്ഞു അല്ലെ? കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ, സർവീസ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ പാസ്റ്റ് സർവീസ് പോകും. പാസ്റ്റ് സർവീസ് പോകുന്നതോടുകൂടി അയാൾ അക്യുമുലേറ്റ് ചെയ്ത ലീവ് നഷ്ടപ്പെടൂലേ? അയാളുടെ ക്രെഡിറ്റിലെ ഏൺ ലീവ്, അയാളുടെ റെസിഗ്നേഷനോട് കൂടി തന്നെ അത് നഷ്ടപ്പെടില്ലേ? അയാൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ച ഹാഫ് പേ ലീവ് എല്ലാം അതോടുകൂടി പോവും. അപ്പൊ അയാൾക്ക് എന്തിന് അർഹതയില്ല? ഏൺ ലീവ് സറണ്ടർ ചെയ്യാനുള്ള അർഹതയില്ല. ഏൺ ലീവ് വിറ്റ് കാശാക്കാൻ അർഹതയില്ല. ക്ലിയർ അല്ലേ? അത് ഒരു സംശയം, ഈ ഏൺ ലീവ് പെൻഷൻ ആകുന്ന സമയത്ത് മാത്രമാണോ വിറ്റ് കാശാക്കാൻ പറ്റുള്ളൂ? അല്ല, വർഷത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ 30 കൂടാത്ത ഏൺ ലീവ് നമുക്ക് വിറ്റ് കാശാക്കാം. ഇനി re-employment of a person who has retired on superannuation or retiring pension is generally an exceptional and a temporary expedient. In such cases, the service of re-employed pensioners should be regarded as temporary, Appendix 8. and his leave during the period ഏതായിരിക്കും? Appendix 8 പ്രകാരമുള്ള, ബി ആണ് ശരി ഉത്തരം. അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവിനെ സൂപ്പർ ആനുവേഷനിൽ പിരിഞ്ഞ് അല്ലെങ്കിൽ പെൻഷനുകൾക്ക് അർഹതയുള്ളൂ. ഈ സൂപ്പർ ആനുവേഷനിൽ പിരിഞ്ഞ് അതല്ലെങ്കിൽ വണ്ടർ റിട്ടയർമെന്റ് എടുത്തവരുടെ റീഎംപ്ലോയ്മെന്റ് ടെമ്പററി ആയി കണക്കാക്കും. അതുകൊണ്ട് ടെമ്പററി ജീവനക്കാർക്കുള്ള അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവിന് മാത്രമേ അർഹത ഉണ്ടാവുകയുള്ളൂ. അടുത്ത നോക്കിയേ, റെസിഗ്നേഷൻ ഓഫ് പബ്ലിക് സർവീസ് ഈവൻ ദോ ഇറ്റ് ഈസ് ഫോളോഡ് ഇമ്മീഡിയറ്റ്ലി ബൈ റീഎംപ്ലോയ്മെന്റ്. ഏതാ ശരി ഉത്തരം? Resignation of public service, even though it is followed immediately by re-employment. Does not entail forfeiture of past service. The entails forfeiture of past service and constitute an interruption of duty. അല്ലേ? ഹലോ, മ്യൂട്ടാവോ. A അല്ലേ സർ? എ ആണ് ശരി ഉത്തരം. മര്യാദയുള്ള കുട്ടികളെ പോയിരിക്കും. മര്യാദ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. മര്യാദ ഇല്ല നിനക്ക്. ഒന്ന് പേര് വിളിച്ചേ. ടീച്ചറെ, സ്മിത ടീച്ചറെ. സ്മിത, മ്യൂട്ടാവോ. Any resignation to take up another appointment? Resignation to take up സർ, another തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറഞ്ഞുതരാമോ? കേട്ടില്ല. ഒന്ന് പറഞ്ഞു. ആൻസർ എന്താണ്? ഒരാളെ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തു. എന്തിനല്ല? മറ്റൊരു ജോലി സ്വീകരിക്കാനല്ല. എന്ത് സംഭവിക്കും? അതാ ചോദ്യം. Entails forfeiture of past service മുഴുവൻ നഷ്ടപ്പെടും. പിന്നെയോ അതൊരു ഇന്ററപ്ഷൻ ഓഫ് ഡ്യൂട്ടി ആയി കണക്കാക്കും. ഡ്യൂട്ടിയിൽ ഭംഗം വന്നതായി കണക്കാക്കും. ശരിയല്ലേ? അതെ, മനസ്സിലായി. Resignation to take up another appointment. Resignation to take up another appointment. മറ്റൊരു ജോലി സ്വീകരിക്കാനാണ് റിസൈൻ ചെയ്തതെങ്കിൽ Does not constitute an interruption. Does not constitute an interruption. Any terminal surrender of earned leave is not permissible in which of the following cases?
ഏത് കേസിലാണ് Resignation. ടെർമിനൽ സറണ്ടർ ഓഫ് ഏൺ ലീവിന് അർഹതയില്ലാത്തത്? Resignation. റെസിഗ്നേഷൻ. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? റൂൾ 61 പ്രകാരം ആർക്കാണ് KSR ബാധകം? കേരള സർവീസ് റൂൾസ് മുഴുവനായും ബാധകമായവർക്ക് KSRലെ ലീവ് റൂൾസും ബാധകമാണ്. 62 പറഞ്ഞെന്തായിരുന്നു? ഒരു ജീവനക്കാരൻ KSR ബാധകമല്ലാത്ത ഒരു തസ്തികയിൽ നിന്ന് KSR ബാധകമായ ഒരു തസ്തികയിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടാൽ KSR ബാധകമല്ലാത്ത തസ്തികയിൽ ഇരുന്ന കാലം അദ്ദേഹത്തിന്റെ ലീവിന് സാധാരണഗതിയിൽ പരിഗണിക്കില്ല. സാർ KSR ബാധകമല്ലാത്ത തസ്തിക ഏതൊക്കെയാണ്? KSR ബാധകമല്ലാത്ത ഏത് സർവീസ് ആയാലും, ഗവൺമെന്റ് സർവീസ് മാത്രമല്ല, ഏത് സർവീസ് ആയാലും പറ്റില്ല. ഇനി അടുത്തെന്തായിരുന്നു പറഞ്ഞത്? ഒരു ജീവനക്കാരൻ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തു, സർവീസിൽ നിന്ന് പിരിഞ്ഞുപോയി. എങ്ങനെ? കോമ്പൻസേഷൻ പെൻഷനിൽ അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷനിൽ. വീണ്ടും അവരെ സർവീസിൽ പുനഃപ്രവേശിച്ചാൽ അവരുടെ പെൻഷൻ വേണ്ടെന്ന് വെക്കുകയും അവരുടെ DCRG തിരിച്ചടയ്ക്കുകയും ചെയ്താൽ നേരത്തെയുള്ള പാസ്റ്റ് സർവീസ് അദ്ദേഹത്തിന്റെ പെൻഷനോട് പരിഗണിക്കുന്നതോടൊപ്പം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അത്രയും കാലം അവരുടെ ലീവിനും പരിഗണിക്കും. ഒരാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു, റിമൂവ് ചെയ്തു, അയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് ലീവിന് പരിഗണിക്കും. ഇനി ഒരു റീ എംപ്ലോയിഡ് പെൻഷനർ സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ, റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവരെ റീ എംപ്ലോയിഡ് പെൻഷനറായി സർവീസിൽ പുനഃപ്രവേശിപ്പിച്ചാൽ അതൊരു താൽക്കാലിക സംവിധാനം മാത്രമായി കണക്കാക്കും. ദേ ആർ ട്രീറ്റഡ് ആസ് ടെമ്പററി എംപ്ലോയീസ്. ടെമ്പററി എംപ്ലോയീസിന് അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവിന് മാത്രമേ അർഹതയുള്ളൂ. ഇനി ഒരു ജീവനക്കാരൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു, ഒരു ജീവനക്കാരൻ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തു. അങ്ങനെ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പാസ്റ്റ് സർവീസ് മുഴുവൻ ഫോർഫിറ്റ് ചെയ്യപ്പെടും. ഫോർഫീച്ചർ ഓഫ് പാസ്റ്റ് സർവീസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. സർവീസിൽ ഒരു ഇന്ററപ്ഷനായി കണക്കാക്കും. പക്ഷെ മറ്റു ജോലി ടു ടേക്ക് അപ്പ് അനദർ അപ്പോയിന്റ്മെന്റ്, മറ്റു ജോലി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് റിസൈൻ ചെയ്തതെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. അങ്ങനെ 3 റൂളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിന്ന് വരാവുന്ന ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിവിഷൻ ക്ലാസ് നടക്കേണ്ടത് കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇന്ന് നിർത്തുകയാണ്.